യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വചനം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വചനം. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോട് തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിലയിൽ പുറപ്പെടും. നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടമുണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. യിരെമ്യാ പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗിതനായി പ്രവചിക്കുന്ന പ്രവചനവാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 3 ദൂത് ഈ വചനത്തിൽ നിന്ന് ഇന്നിവിടെ കൂടപ്പെട്ടവരോട് പറയാനുണ്ട്. ഇന്നത്തെ ദൂതിൻ്റെ പ്രത്യേകത, ഈ വർഷം അവസാനിക്കുന്നിടം വരെ ഈ വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. 2024 ദൈവം സംസാരിച്ചു, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമായിരുന്നു. നമ്മളോട് ജനുവരിയിൽ അത് സംസാരിച്ചപ്പോൾ ഡിസംബറിന് മുമ്പ് നമ്മൾ ദൈവം പ്രവർത്തിച്ചത് കണ്ടു. സ്തോത്രം. ഞാൻ ഡെഡിക്കേഷൻ്റെ അന്ന് പറഞ്ഞു, സ്തോത്രം, ഒരു വചനം കൂടെ നമ്മുടെ ക്ഷീണത്തിൽ നമുക്ക് തന്നായിരുന്നു കർത്താവ്. ആ വചനം ഇങ്ങനായിരുന്നു, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് ഞങ്ങൾ കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചല്ലോ. ഈ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പറയുവാനായിട്ട്. അപ്പോൾ ഈ വർഷം മുഴുവൻ നമ്മുടെ അകത്ത് നിലനിൽക്കുന്നൊരു ദൂതാണ്. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ്. 1, നീ ദൈവത്തിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിക്കും. 2, നീ നൃത്തം ചെയ്യുന്നവരുടെ മുൻനിരയിൽ നിൽക്കും. 3, നീ നന്മ അനുഭവിക്കുന്നവരുടെ നിരയിൽ നിൽക്കും. ഇത് എന്തിനോട് ബന്ധപ്പെട്ട് പ്രവചിച്ചതാണെന്ന് എന്നും പറയാനുള്ള സമയം എടുക്കുന്നില്ല. പക്ഷേ അതൊക്കെ പറയാൻ പോയി ഇതിൻ്റെ സാഹചര്യം കുറേ പറയണം. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്തു നിന്നുള്ള 3 ദൂതുകളാണ്. സ്തോത്രം. ഈ സാഹചര്യം വല്ലാതാകുമ്പോൾ നമ്മളിലെല്ലാം നിരാശകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ തുടക്കത്തിലേ പറയാം, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ പറയുന്ന ഒരു സാധ്യതകളും വേണ്ട, ഒന്നും വേണ്ട. ഒന്നുമില്ലായ്മ പ്രവർത്തിക്കുന്നവനാ ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാവിലെ തിരുവല്ലായി ഞാൻ ശുശ്രൂഷിച്ചപ്പം ഒരു ഭാഗം ഇപ്പോഴും ആ ചലനം എൻ്റെ അകത്തൊന്നും പോയിട്ടില്ല. ഒരിക്കൽ ദൈവജനം ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തോട് മത്സരിച്ച് ചോദിച്ചാൽ, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഉത്തരം ദൈവം പറയുവല്ല, കാണിച്ചു കൊടുത്തു. അതേ മരുഭൂമിയിലെ തോടുകൾ കവിഞ്ഞൊഴുകി. ഗ്ലോറി ടു ഗോഡ്. അവർ ചോദിച്ചതിനേക്കാൾ, ആഗ്രഹിച്ചതിനേക്കാൾ വലിയ മന്ന മേളിൽ നിന്ന് പൊഴിഞ്ഞു. കാടപ്പക്ഷിയെ കൊണ്ട് വെതറിക്കൊടുത്തു. മരുഭൂമി മേശ ഒരുക്കാമോ എന്ന് ചോദിച്ചാൽ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിക്കാം, നീ പറയുന്ന ഒരു സാധ്യതകളും വേണ്ട ദൈവത്തിന് പ്രവർത്തിക്കാൻ. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടച്ചോറ, ദൈവത്തിനെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറ. ചിരിച്ചോണ്ട് പറയണം, ദൈവത്തിനെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ ഇനി വചന വെളിപ്പാടിലോട്ട് വരാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പറ. അന്ന് വാതർന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ചിലരുടെ ലൈഫിൽ ഒരു ആത്മീക അഭിവൃദ്ധി വരാൻ പോവുക. ചിലരുടെ ലൈഫിൽ ഒരു ഭൗതിക തലത്തിൽ അഭിവൃദ്ധി വരാൻ പോവുകയാണ്. പക്ഷെ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നീ ജനിച്ച് പിന്നെ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അഭിവൃദ്ധി ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അവരെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, അങ്ങനെ വിശ്വസിക്കുന്നവരെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. അങ്ങനെ വിശ്വസിക്കുന്നവര്, ഞാൻ ജനിച്ച പിന്നെ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അഭിവൃദ്ധി എൻ്റെ കർത്താവ് എനിക്ക് തരാൻ പോകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന പല ദൂതുണ്ട്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടച്ച് ചോദിച്ചു, അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. എന്നോട് ദൈവം ഇന്നലെ രാത്രി സംസാരിച്ചു, എൻ്റെ ജനം അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന്. ഞാൻ ഈ പ്രെയർ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ പ്രെയർ റിക്വസ്റ്റുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു 100 പ്രെയർ റിക്വസ്റ്റ് വായിച്ചാൽ 80 പേരുടെയും പ്രശ്നം അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയാം, നിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്തി നിനക്കൊരഭിവൃദ്ധി തരാൻ ഇനിയും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അഭിവൃദ്ധിക്ക് എന്താണ് വേണ്ടിയതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ബൈബിളിലെ വചനങ്ങളിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം നമുക്ക് എടുക്കാം. 30-ാം അധ്യായം. ഹല്ലേലൂയ. 8-9 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വചനം. നീ മനസ്സ് തിരിഞ്ഞ് യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിന്റെ നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. ദൈവം ഒരു ജനത്തോട് പറയുക, നിങ്ങൾക്ക് ഞാൻ അഭിവൃദ്ധി തരാം. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കണം. ഒരാമയും പറഞ്ഞാട്ട്. അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അനുസരണമാണ്. വേദപുസ്തകം നിങ്ങൾ പഠിക്കണം. ആര് ദൈവത്തെ അനുസരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് അനുസരിച്ചാൽ അനുഗ്രഹമാണെന്ന് പറ. ഹല്ലേലൂയ. യെശയ്യാവ് ജനത്തോട് പ്രവചിക്കുന്ന ഒരു ഭാഗമുണ്ട്, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മ നീ അനുഭവിക്കും. കണ്ടോ? അപ്പം മനസ്സ് വെച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എപ്പോഴാണെന്നറിയാമോ? അവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സകല മനുഷ്യരോടും ചോദ്യം, അവരുടെ അനുഗ്രഹത്തിന് അടുത്ത ലെവലിലേക്ക് പോകാൻ കാരണം അവർ 30 മണിക്കൂർ പ്രാർത്ഥിച്ചോണ്ടല്ല, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരന് ഒരു സ്ഥലത്തുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ TV പ്രോഗ്രാം കാണുന്നയാളാ, ലൈവ് ശുശ്രൂഷ കാണുന്നയാളാ, യൂട്യൂബിൽ കൂടെ പ്രസംഗം കേൾക്കുന്നയാളാ. പാസ്റ്റർ, പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഭയങ്കര മദ്യപാനിയായിരുന്നു, ഭയങ്കര കടബാധ്യതയുള്ള ആളായിരുന്നു. ഞാനൊരു വചനം കേട്ട് ആ വചനം മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. മുറുകെ പിടിച്ച് കഴിഞ്ഞപ്പം എൻ്റെ മദ്യപാനമൊക്കെ നിന്നു. സ്തോത്രം. എനിക്ക് ബിസിനസ് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ഇപ്പം എന്നാ വിളിച്ചേ? ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും പൈസയൊക്കെ ആയപ്പോൾ ആ മദ്യപാനം തിരിച്ചു വന്നതിനില്ല. സ്തോത്രം. ഇപ്പം എന്നാ വിളിച്ച കാര്യം? ഞാൻ പിന്നെയും ശൂന്യനായിപ്പോയി. അപ്പം നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനുസരണക്കേടിനെ ദൈവം അംഗീകരിക്കത്തില്ല, അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോട് പറയാം, ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും വിശ്വാസത്തിൽ വന്ന്. 30 വർഷം മുമ്പ്, 33 വർഷം മുമ്പ് ഞാൻ ദൈവത്തെ അനുസരിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതാണ്. ഹല്ലേലൂയ. ബൈബിളിൽ വാക്യമുണ്ട്, നീ അവരുടെ പക്ഷമാകത്തില്ല, അവർ നിന്റെ പക്ഷമാവും. എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയപ്പം എല്ലാവരും എന്നെ കളിയാക്കി, മുറ്റിയ മാനസാന്തരം 3 മാസമെന്ന് പറഞ്ഞു. കൃപ, ഞാനൊന്നിലും തിരിച്ചു പോയില്ല. എന്നാൽ ആ കുടുംബത്തിലെ പലരും പല രാജ്യങ്ങളിൽ വെച്ച് യേശുവിനെ കാണാനിടയായി. ഞാൻ ഇന്നൊരു ദൈവത്തിൻ്റെ ദൂതനോട്, അനുസരിക്കാൻ ആര് തീരുമാനിക്കുന്നോ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ആരംഭിക്കുക.